പത്തനംതിട്ട കുന്നന്താനത്ത് വീടിനുള്ളിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കരൂർ വീട്ടിൽ ലിസിയാണ് മരിച്ചത്. ഭർത്താവിനൊപ്പമായിരുന്നു താമസം. ഇരുവർക്കും മാനസിക അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നതായി സമീപവാസികൾ പറഞ്ഞു. മൃതദേഹം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി ആശുപത്രിയിലേക്ക് മാറ്റി. ഇവരുമായി ഗൂഗിൾ രമേശ് ചിരികയാണ്. ഗൂഗിൾ, എപ്പോഴായിരുന്നു സംഭവം? പത്തനംതിട്ട കുന്നന്താനത്ത് പാലക്കൽ തകടി എന്ന് പറയുന്ന സ്ഥലത്താണ് വീടിനുള്ളിൽ ഒരു വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയുണ്ടായത്. കരൂർ വീട്ടിൽ ലിസിയാണ് മരിച്ചത്. അതായത് ഇവരും ഭർത്താവും മാത്രമായിരുന്നു ആ വീട്ടിൽ താമസമുണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവരെ പുറത്തേക്കൊന്നും കാണാത്തതിനെ തുടർന്ന് സംശയത്തിലായിരുന്നു അയൽവാസികൾ. തുടർന്ന് അയൽവാസികൾ ഇന്ന് വീട്ടിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വീട്ടിൽ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ വീട്ടമ്മയെ കാണപ്പെടുകയുണ്ടായത്, ലിസിയെ മരിച്ച നിലയിൽ കാണപ്പെടുകയുണ്ടായത്. മാത്രമല്ല, മൃതദേഹത്തിൽ നിന്നും വലിയ ദുർഗന്ധമടക്കം വമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. തുടർന്ന് നാട്ടുകാർ ചേർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് കീഴ്വായ്പൂർ പോലീസ് ഇന്ന് രാവിലെ സ്ഥലത്തെത്തി വീട് പൂട്ടിയിരിക്കുകയായിരുന്നു. വീട് തുറന്ന് അതിനുശേഷം അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ അഴുകിയ നിലയിൽ അഴുകിയ നിലയിൽ മൃതദേഹം കാണപ്പെടുകയുണ്ടായത്. ഒരാഴ്ചയോളം മൃതദേഹത്തിന് പഴക്കമുണ്ടായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് പോലീസിന് ഈ ഘട്ടത്തിലുള്ളത്. അതിനുശേഷം പോലീസ് അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം അല്പസമയം മുമ്പാണ് ലിസിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഒപ്പം ഇവരുടെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു. ഭർത്താവിനും ഇവർക്കും മാനസികമായിട്ട് ചില വെല്ലുവിളികൾ നേരിടുന്നവരായിരുന്നു എന്നുള്ളതാണ് അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നേരത്തെ മുതൽ തന്നെ മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. ഇവരും ഭർത്താവും നേരത്തെ വിദേശത്തായിരുന്നു താമസിച്ചിരുന്നത്. അതിനുശേഷം നാട്ടിലേക്ക് വന്നിട്ട് ഏറെ നാളായിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ മാനസികാസ്വാസ്ഥ്യം ഉള്ളതുകൊണ്ട് തന്നെ അയൽക്കാരുമായിട്ടൊന്നും ആ രീതിയിൽ ബന്ധം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരാഴ്ചയും ആയിട്ടും വരെ കാണാതായിട്ടും നാട്ടുകാർ ആദ്യഘട്ടത്തിലൊന്നും സംശയിക്കാതിരുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ മൃതദേഹം കാണപ്പെടുകയും മൃതദേഹത്തിന് കൂട്ടിരിക്കുന്ന രീതിയിൽ ഈ ഭർത്താവിനെയും കാണുകയും ചെയ്തത്. കീഴ്വായ്പൂർ പോലീസ് സ്ഥലത്തെത്തി ആദ്യഘട്ട പരിശോധന നടത്തിയതിനു ശേഷം ഭർത്താവിനെ സമീപത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഒപ്പം ലിസിയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിരിക്കുന്നത്, മോർച്ചറിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ബാക്കി പോസ്റ്റ്മോർട്ടം നടപടികളടക്കം വരുന്ന ദിവസം നാളത്തേക്കായിരിക്കും നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും കീഴ്വായ്പൂർ പോലീസ് സംഭവത്തിൽ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. KP. ശരി, ഗൂഗിൾ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്.